കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനകൾ തമ്മിൽ വിരണ്ടോടി 3 പേർ മരിച്ച സംഭവത്തിൽ ഇടപെട്ട് ഹൈക്കോടതി. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥർ ഹാജരാകണമെന്ന് ഹൈക്കോടതി. ഗുരുവായൂർ ദേവസ്വത്തോടും വനം വകുപ്പിനോടും വിശദീകരണം തേടി. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. രോഹിണി, കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേർ മരിച്ച സംഭവമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ, ഏകദേശം 7ഓളം പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ ഹാജരാകണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ദേവസ്വം ലൈഫ് സ്റ്റോക്ക് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നുള്ളതാണ് ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ആനയുടെ ഭക്ഷണ യാത്രാ രജിസ്റ്ററുകൾ അടക്കമുള്ള രേഖകൾ കൂടി അന്നേ ദിവസം, അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഹാജരാകേണ്ടത്. അന്ന് സമർപ്പിക്കണമെന്നുകൂടി, അതായത് രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമർപ്പിക്കണമെന്നുകൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വത്തോടും വനം വകുപ്പിനോടും വിശദീകരണം തേടിയിട്ടുണ്ട്. എന്തിനാണ് ഇത്ര ദൂരത്തേക്ക് ആനയെ കൊണ്ടുപോയതെന്നുള്ള ചോദ്യവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് വിധത്തിൽ ആർക്കെതിരെ കേസ് എടുക്കുമെന്നുള്ള ഒരു പരമായിട്ടുള്ള ചോദ്യവും ഹൈക്കോടതി ഇന്ന് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ നേരിട്ട് തന്നെ ഗുരുവായൂർ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥൻ ഹാജരായിക്കൊണ്ട് മറുപടി നൽകണമെന്നുള്ള ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി എത്തിയത്. എന്തായാലും നേരത്തെ തന്നെ ഹൈക്കോടതി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ ആന എഴുന്നള്ളത്ത് നടത്താവൂ എന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നതാണ്. മാത്രവുമല്ല, വനംവകുപ്പിന്റെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ തന്നെ നിരീക്ഷണം നിശ്ചിത ഇടവേളകളിൽ ഉണ്ടാകണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് ആന ഇടഞ്ഞുകൊണ്ട് 3 മരണം സംഭവിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥൻ നേരിട്ട് ഹാജരായിക്കൊണ്ട് വിശദീകരണം നൽകേണ്ടത്. അതോടൊപ്പം തന്നെ ഗുരുവായൂർ ദേവസ്വവും വനം വകുപ്പും രേഖാമൂലം തന്നെ വിശദീകരണം സമർപ്പിക്കുകയും വേണം. രോഹിണി. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.